ആണുങ്ങളിൽ നിന്ന് അധികാരം പെണ്ണുങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ് താരസംഘടനയായ അമ്മയിൽ. ഇനി എന്ത് സംഭവിക്കും? അതെ, ആണധികാരത്തെ പെണ്ണധികാരം കൊണ്ട് അടിച്ചൊതുക്കിയ ഒരു ചരിത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ പൊതുവെ മനസ്സിലാക്കിയത് മലയാള സിനിമയിൽ സ്ത്രീ വിരുദ്ധതയും അതേപോലെ തന്നെ ആണധികാരവും അതിശക്തമായിട്ട് വാഴുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് മേഖലകളിൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. മാത്രമല്ല, ഈ മേഖല ആകമാനം തന്നെ കഞ്ചാവിൻ്റെയും അതേപോലെ തന്നെ കള്ളുകുടിയുടെയും ഒക്കെ കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ട ഒന്നാണ് മലയാള സിനിമ എന്ന ഒരു തോന്നൽ പൊതുവെ സമൂഹത്തിനുണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിരോധമായിട്ടാണ് പിന്നീട് ഈ താരസംഘടനയുടെ പ്രവർത്തനങ്ങൾ മാറിത്തീരുന്നത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള സംഭവവികാസങ്ങൾ പുറത്തു വന്നപ്പോൾ ഇതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഈ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള സ്ത്രീകൾ ചോദിച്ചു. ആ ചോദ്യം വലിയ പ്രതിധ്വനിയായിട്ട് ശബ്ദമായിട്ട് കേരള സമൂഹത്തെ തന്നെ ഉലച്ച ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഇതിലേക്ക് പുതിയ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പഴയ പ്രസിഡൻറ്റ് മോഹൻലാൽ അദ്ദേഹം മാറി നിന്നു. ഞാൻ മത്സരിക്കുന്നില്ല, പുതിയ ആളുകൾ വരട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നു. പിന്നെ അതിനകത്ത് ശക്തമായിട്ടുള്ള മത്സരം നടക്കുക. മത്സരത്തിന് മുമ്പാകട്ടെ വലിയ തരത്തിൽ പ്രശ്നങ്ങളായിരുന്നു, വലിയ കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടായി, സങ്കീർണതകളുണ്ടായി. എനിക്കൊന്ന് ശ്വേതാമേനോന് എതിരെ എന്ത് ചെയ്തു, കോടതിയിൽ പരാതി വന്നു, കേസ് വന്നു. അതൊക്കെ നമ്മൾ കണ്ടൊരു കാര്യം. വലിയ സംഘർഷാവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷകരവും രസകരമായിട്ടുള്ള രീതിയിൽ അത് മാറിത്തീർന്നു. ഇപ്പോൾ ആഹ്ലാദത്തിലാണ് യഥാർത്ഥത്തിൽ ഈ താരസംഘടന എന്നാണ് ഞാൻ മനസ്സിലായി. ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രക്രിയ എന്ന നിലയ്ക്ക് നമ്മളിത് കാണുകയാണെന്ന് വെച്ചാൽ രസകരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിട്ട് ഇതിനെ കണക്കാക്കാം. അതായത് ഇപ്പോൾ എല്ലാവരും തന്നെ സ്ത്രീകൾ, പൂർണ്ണമായിട്ടും സ്ത്രീകളുടെ കയ്യിലേക്ക്. അപ്പോൾ ഈ ആണധികാരം ഇത്രയും നാൾ അടക്കി വാണുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ എല്ലാവരും ചിന്തിച്ചിരുന്നു ഒരു പക്ഷേ ഇത് സ്ത്രീകളുടെ കൈകളിലേക്ക് ഏതാണ്ട് 30 വർഷത്തോളം ആണുങ്ങളുടെ കയ്യിൽ ഭദ്രമാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഒരു വോട്ടിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനു മുൻപേ പലരും ചിന്തിച്ചിരുന്നു അധികാരം സ്ത്രീകളിലേക്ക് എത്തണമെന്ന് കൂടിയല്ലേ? അല്ല, കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ കുറേ നാളുകളായിട്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. നമുക്ക് ജനകീയാസൂത്രണം എന്ന് പറയുന്ന സംവിധാനം വന്ന സമയത്ത് അതിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ അധികാരം ജനങ്ങളിലേക്ക് എന്നുള്ളതാണ്. ഈ താരസംഘടനയിൽ കുറച്ച് നാളുകളായിട്ട് അവരെല്ലാവരും കൂട്ടായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് അധികാരം സ്ത്രീകളിലേക്ക് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു സാക്ഷാത്കാരമായിട്ടാണ് നമുക്കിതിനെ കണക്കാക്കേണ്ടത്. അങ്ങനെ അവർ ചിന്തിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും സാധ്യമായി തീരില്ല. ഇപ്പോൾ നമ്മൾ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ, അപ്പോൾ ഞാൻ ഈ ഗോഡ് ഫാദറിനെ എന്ന സിനിമ വരുന്ന സമയത്ത് ഞാൻ ആദ്യം കരുതിയിരുന്നതെന്ന് വെച്ചാൽ മരിയോ പുസ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ്റെ ഒരു അധോലോക കഥയാണ് ഈ ദി ഗോഡ് ഫാദർ എന്ന് പറയുന്ന ആ നോവലിനകത്തുള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണും പെണ്ണും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഫലമായിട്ടും അതേപോലെ തന്നെ പെൺവിരുദ്ധതയുടെ ഒരു പ്രതീകമായിട്ടും ഈ സിനിമയിലെ അഞ്ഞൂറാൻ മാറി നിൽക്കുന്നു. എന്നിട്ട് സിനിമ അവസാനിക്കുന്ന സമയത്ത് ഉള്ള ഒരു ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അഞ്ഞൂറാൻ സ്വഭാവം വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ആയിട്ട് വരുന്നതായിട്ടുള്ള ആൾക്കൂട്ടത്തെ അദ്ദേഹം വിളിച്ച് കയറുക മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ഡയലോഗാണ്. ആ ഒരു ഡയലോഗാണ് ഇപ്പോൾ ഈ സിനിമക്കാർ പുറത്തേക്ക് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്, അല്ലേ? കാരണം എന്താ വെച്ചാൽ ഇനി ഈ സംഘടനയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും വ്യത്യാസമില്ല, ആൺമക്കളുമില്ല പെൺമക്കളുമില്ല, എല്ലാം മക്കളാണ് എന്ന് തന്നെയാണ് ശ്വേതാമേനോൻ പറയുന്നത്. കാരണം അവസാനം അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയായി എന്നുകൂടി ശ്വേത പറയുന്നുണ്ട്. ശ്വേത യഥാർത്ഥത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും അതുപോലെ പ്രസവം എന്ന് പറയുന്നത് സ്ക്രീനിൽ കാണിക്കുകയും ചെയ്തതിൻ്റെ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് പോലും അവർ പറയുന്നത് അത് സ്ത്രീയുടെ ഐഡൻറ്റിറ്റിയാണ് എന്ന് പറയുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്ന് വളരെ പ്രശസ്തയായിട്ടുള്ള എഴുത്തുകാർ, സെക്കൻഡ് സെക്സ് എഴുതിയിരുന്നതായിട്ടുള്ള വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു എഴുത്തുകാരി സിമോൺ ദ ബോവർ എന്ന് പറയുന്ന ഫ്രഞ്ച് എഴുത്തുകാരി പറഞ്ഞിട്ടുള്ളത് സ്ത്രീ എന്ന് പറയുന്ന ഗർഭപാത്രമാണ്. അപ്പോൾ ഈ ഗർഭപാത്രത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ അതിശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ശ്വേതാമേനോൻ്റെ കഥാപാത്രം
വരുന്നതല്ലേ, കളിമണ്ണ് എന്ന് പറയുന്ന അതെ, സിനിമയിൽ. കളിമണ്ണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവരിപ്പോൾ കോടതിയിൽ കയറേണ്ടി വരികയൊക്കെ ചെയ്ത്. എങ്കിൽ പോലും അവസാനം അവർ തന്നെ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം അമ്മ ഒരു സ്ത്രീയായി മാറി. അമ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. ആ സ്ത്രീയുടെ മക്കളെല്ലാം ഒരേപോലത്തെ മക്കളാണ്. അതിൽ ആൺമക്കളും പെൺമക്കളും എന്ന് പറയുന്നതിൽ ഇനി ഇതിനകത്ത് 506 മക്കളാണുള്ളത്. എല്ലാം എൻ്റെ മക്കളാണ് എന്ന് ശ്വേത പറയുന്നത്. അതുപോലെ കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ മലയാള സിനിമയിൽ തന്നെ നമ്മുടെ ന്യൂ വേവ് സിനിമകളുടെ ഒരു പാർട്ടായിട്ട് കടന്നു വന്ന ഒരു അഭിനേത്രിയാണ്. മാത്രമല്ല അവരുടെ ഒരു സെൻസ് വർക്ക് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഈ നവതരംഗ സിനിമയുടെ സ്വഭാവസവിശേഷതകൾ കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അവാർഡ് സിനിമകൾ എന്നൊക്കെ പറയുന്നതിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനസ്സുള്ള ഒരു അഭിനേത്രിയാണ്. കൊമേഴ്സ്യൽ മാത്രമല്ല അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ഈ സിനിമയുടെ ഗൗരവമേറിയ സിനിമയുടെ വശങ്ങളിലേക്ക് കടക്കാനും ചിന്തിക്കാനും അഭിനയിക്കാനും ഒക്കെ ആഗ്രഹമുള്ളതാണ്. എന്നുവെച്ചാൽ മലയാള സിനിമയുടെ സ്വഭാവം മാറുന്നു എന്നുകൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണത്. അത് കുറച്ച് മെച്ചപ്പെട്ടതായി കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിന് വളരെ നല്ലതായിരിക്കും. സ്ത്രീകൾ ഭരിക്കട്ടെ, സ്ത്രീകളെല്ലാം ചെയ്യട്ടെ. അങ്ങനെ നമുക്ക് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ഇതിലൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ കഴിയുന്ന ഒന്നായി മാറിത്തീരട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇനി എൻ്റെ അതിൽ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ശ്വേതാ മേനോൻ മത്സരിക്കുന്ന സമയത്ത് ശ്വേതാ മേനോനെതിരായിട്ടുള്ള ആരോപണങ്ങളിലും പരാതി കൊടുക്കുന്നതിലും ഒക്കെ മുന്നിൽ നിന്നത് അപ്പോഴും സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീ തന്നെ സ്ത്രീക്ക് വിനയാകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം, അത് അതിലൊരു കഥയുമില്ല. കാരണം വെച്ചാൽ ഈ നമ്മൾ സ്ത്രീ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പ്രകൃതത്തിലാണ് സ്ത്രീ എന്ന് പറയാം. മനസ്സിലായി? പുരുഷൻ എന്ന് പറയുന്ന സമയത്തും പ്രകൃതത്തിൽ പുരുഷൻ എന്നേ ഉള്ളൂ. പക്ഷേ ഇവരുടെ മനസ്സിനെ നയിക്കുന്നത്, ഇവരുടെ സൈക്കിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത് നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സാണ്, സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് തെറ്റിക്കുന്ന ഒരാളാണ് ശ്വേത എന്ന നിലക്കാണ് ശ്വേതയ്ക്കെതിരായിട്ട് സ്ത്രീകൾ തന്നെ വരുന്നത്. ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞു സ്ത്രീകൾ കയറട്ടെ എന്ന് പറഞ്ഞ സമയത്ത് അതിനെതിരെ അതിശക്തമായിട്ട് പടനയിച്ച സ്ത്രീകളാണ്. സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ അല്ലേ, അങ്ങനെ നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ എന്ന് പറയുന്ന പ്രകൃതം, അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്ന പ്രകൃതം ബാഹ്യമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ്. നമ്മളുടെ മനസ്സിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സൈക്കിൾ, നമ്മൾ ഓരോ വ്യക്തികളിങ്ങനെ നിൽക്കുന്നത്. ആ വ്യക്തികളെന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ ചട്ടക്കൂടുകൾക്കനുസരിച്ച് നിൽക്കുന്നവരും ചട്ടക്കൂടുകൾക്കെതിരായിട്ട് നിൽക്കുന്നവരുമാണ്. ഇപ്പോൾ റബൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ആൽബർട്ട് കമു എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ പറയുന്നത്, ആരാണ് ഒരു റബൽ? നോ എന്ന് പറയുന്നത് ആരാണോ അയാളാണ് റബൽ എന്ന് പറയുന്നത്. അത് നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ സംസാരിക്കാനായിട്ടുള്ള ഒരു കരുത്താര് കാണിക്കുന്നത്, അവരെ നമുക്ക് റബൽ എന്ന് പറയാം. ഇപ്പോൾ ഈ കുക്കു പരമേശ്വരനും അതേപോലെ ശ്വേതാ മേനോനും നമ്മുടെ മലയാള സിനിമയിലെ റബലുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ നിലനിൽക്കുന്നതായിട്ടുള്ള സംവിധാനത്തെ അടിച്ച് പൊളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അതാണ് അവരുടെ ഈ പ്രകൃതത്തിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള ഐഡൻറ്റിറ്റി എന്ന് പറയും. അത് വളരെ രസകരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിലനിൽക്കുന്ന യാഥാസ്ഥ്യ സ്വഭാവങ്ങൾ അവയെ മാറ്റിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. മുന്നോട്ട് എന്ന് നമ്മൾ പറയുന്നത് ഇതിനെ ചവിട്ടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നിലനിൽക്കുന്ന ഈ സംവിധാനങ്ങളെ മാറ്റുക. അങ്ങനെ മാറ്റത്തിൻ്റെ വലിയ കാറ്റ് എല്ലാ ജനലുകളെയും തുറന്ന് ഈ നമ്മളുടെ മലയാള സിനിമയുടെ ലോകത്തേക്ക്, അമ്മയുടെ അകത്തേക്ക് കടക്കുമെന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ്. പുതിയ ഒരു സംസ്കൃതി, പുതിയ ഒരു പെരുമാറ്റ സംവിധാനം, പുതിയ സിനിമ അത് നമ്മുടെ ലോകത്തേക്ക് വരും എന്ന് നമുക്ക് കരുതാം. എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള, പ്രാധാന്യമുള്ള, കൂടുതൽ അംഗീകാരമുള്ള ഒന്നായി മലയാള സിനിമ മാറിത്തീരട്ടെ എന്നും അത്തരത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്നും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രത്യാശയോടുകൂടി കാണാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.